നമസ്കാരം. നടൻ മണിയൻപിള്ള രാജുവിന്റെ വാഹനമിടിച്ച സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. എഫ്ഐആറിൽ നടന്റെ പേര് പരാമർശിച്ചിട്ടില്ല, എന്നാൽ നടന്റെ കാറിന്റെ നമ്പർ പരാമർശിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ സഹായിച്ചില്ല, വാഹനം നിർത്താതെ പോയി എന്നും എഫ്ഐആറിൽ എഴുതിയിട്ടുണ്ട്. യഥാസമയം അപകടം നടന്ന വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല എന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട്. എന്തായാലും മണിയൻപിള്ള രാജു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. മണിയൻപിള്ള രാജുവിന്റെ മെഡിക്കൽ പരിശോധനയും ഉടൻ നടത്തും. 12 മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തിയാൽ ലഹരി ഉപയോഗം കണ്ടെത്താൻ സാധിക്കും. എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കുക. മദ്യപിച്ചാണോ ഇദ്ദേഹം വാഹനം ഓടിച്ചെന്ന കാര്യത്തിൽ ഉടനെ തീരുമാനമുണ്ടാകും. അതേസമയം നിയമത്തിന്റെ പഴുതുകൾക്കിടയിലൂടെ വഴുതി മാറാൻ അതിബുദ്ധിമാനായ തിരക്കഥാകൃത്തിന്റെ തന്ത്രവുമായാണ് നടൻ മണിയൻപിള്ള രാജു പ്രവർത്തിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഴുതക്കാട് സുബ്രഹ്മണ്യ ഹാളിന് മുന്നിൽ വെച്ച് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ താരം കൃത്യം 11 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുന്നത്. രക്തത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയുന്ന ആ 8 മണിക്കൂർ എന്ന നിർണായക സമയം കടന്നുപോകാൻ ഒളിവിലിരുന്ന് കരുനീക്കം നടത്തിയ താരത്തിന് പിന്നിൽ അതിബുദ്ധിമാന്റെ ഉപദേശമുണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മുൻപ് സമാനമായി ശ്രീറാം വെങ്കിട്ടരാമൻ പോലും തോറ്റുപോകുന്ന ഇത്തരമൊരു ഒളിച്ചുകളിയിലൂടെ താൻ മദ്യപിച്ചിരുന്നില്ലെന്ന് ശാസ്ത്രീയമായി സ്ഥാപിക്കാൻ മണിയൻപിള്ള രാജുവിന് ഇനി സാധിക്കും. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ചു കൊന്ന കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ആദ്യ മണിക്കൂറിൽ അതിബുദ്ധിപരമായി രക്തപരിശോധന ഒഴിവാക്കിയിരുന്നു. അതും സംഭവിച്ചത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. ഇതേ മ്യൂസിയം പോലീസാണ് മണിയൻപിള്ളയെയും രക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു അപകടം സംഭവിച്ചത്. മദ്യലഹരിയിലായിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു അപകടത്തിന് ശേഷമുള്ള താരത്തിന്റെ പാച്ചിൽ. പോലീസ് ആസ്ഥാനത്തിന് വിളിപ്പാടകലെ വെച്ച് 2 യുവാക്കളുടെ നട്ടെല്ലും കാലും തകർത്തിട്ടും തിരിഞ്ഞു നോക്കാതെ ആഡംബര കാർ പറന്നുപോയത് നഗരത്തെ ഞെട്ടിച്ചു. എന്നാൽ അപകടം നടന്നയുടൻ താരം ഒരു ഉന്നതനെ ബന്ധപ്പെട്ടതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തടി തപ്പി എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. കൃത്യം 11 മണിക്കൂർ കഴിഞ്ഞ് മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്നും അപ്രത്യക്ഷമായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് താരം സ്റ്റേഷനിലെത്തിയത്. 12 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ രക്തപരിശോധന നടക്കൂവെന്ന് ഉറപ്പിക്കാനായിരുന്നു ഇത്. അപകടത്തിന് ശേഷം 12-ാം മണിക്കൂറിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തിയെങ്കിലും മദ്യപിച്ചിട്ടില്ല എന്ന ക്ലീൻ ചിറ്റ് താരം നിയമപരമായി ഉറപ്പിച്ചു കഴിഞ്ഞു. ഭയം കാരണമാണ് നിർത്താതെ പോയതെന്ന രാജുവിന്റെ വാദം വെറും പുകമറയാണെന്നത് വ്യക്തമാവുകയാണ്. അപകടത്തിൽ പൂർണ്ണമായും ആരോഗ്യം നഷ്ടപ്പെട്ട് വലിയ പരിക്കുകൾ സംഭവിച്ച യുവാക്കളെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ താരത്തിന് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായതോടെ കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കങ്ങൾ എന്തായാലും സജീവമാണ്. പോലീസ് സ്റ്റേഷനിലെത്തി ചിരിച്ചുകൊണ്ട് മടങ്ങിയ രാജുവിനെ ഇനി മദ്യപാനത്തിന്റെ പേരിൽ കൊടുക്കാൻ നിയമത്തിന് പോലും കഴിയില്ല എന്നത് പോലീസിനും നാണക്കേടായി മാറിയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ രാജുവിനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സാധാരണക്കാരനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അകത്താകുമായിരുന്ന കേസിൽ പണവും സ്വാധീനവുമുള്ള താരം നിയമത്തെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങി നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.